കഥകൾ. ഈജിപ്തിലെ നിധി. ബാഗ്ദാദിലെ ധനികനായ ഒരു വ്യാപാരിയായിരുന്നു അലി. ഒരിക്കൽ വ്യാപാരത്തിൽ കനത്ത നഷ്ടം നേരിട്ട അലിക്ക് സ്വന്തം വീട് പോലും നഷ്ടമായി. അല്ലാ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ. തന്റെ നഷ്ടങ്ങളിൽ മനം നൊന്ത് താമസിക്കാതെ അലി കണ്ണുകൾ അടച്ചു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു യുവാവായ യാസീൻ. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? അന്ന് രാത്രി യാസീൻ, വാപ്പ, വേഗം ഈജിപ്തിലേക്ക് പോകൂ. അവിടെ ഒരു നിധി കാത്തിരിക്കുന്നു. ഞാൻ എങ്ങനെ അവിടെ എത്തും? ആരെനിക്ക് വഴി കാട്ടും? അടുത്ത നിമിഷം വീണ്ടും അശരീരി മുഴങ്ങി. ഈ വിളക്ക് നിനക്ക് വഴി കാട്ടും. ഈ സഞ്ചിയിൽ കൊള്ളുന്നതത്രയും നിനക്കെടുക്കാം. വിളക്കും സഞ്ചിയും. വിളക്ക് വായുവിൽ ഉയർന്ന പുറത്തേക്ക് നീങ്ങി. യാസീൻ വിളക്കിനെ പിന്തുടർന്നു. എവിടേക്കാണ് ഈ വിളക്ക് പോകുന്നത്? ഒടുവിൽ, അയ്യോ, വിളക്ക് കെട്ടല്ലോ, ഇനി എന്തു ചെയ്യും? പെട്ടെന്ന്, ചാരൻ, പിടിയവനെ. അല്ല, ഞാൻ നിധി തേടി വന്നതാ. നിധിയോ? അഹഹഹും, നടക്ക്. ഫടമ യാസിറിനെ ജയിലിലടച്ചു. കുടുങ്ങി. എങ്ങനെ രക്ഷപ്പെടും? ഹും, ഇത് കഴിച്ചോ, 2 തുണ്ട് റൊട്ടി. പാവം, ദാ നീ കൂടി വിശപ്പടക്ക്. പെട്ടെന്ന്, അടുത്ത നിമിഷം എലിക്കുഞ്ഞ് ഒരു ജിന്നായി മാറി. അല്ലോ, നല്ലവനായ യാസിർ, നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം. എന്റെ പിന്നാലെ പോന്നോളൂ. ജിന്നെ ജയിലിന്റെ അരികെയുള്ള ഒരു തുരങ്കം തുറന്നു. തുരങ്കത്തിലൂടെ അവൻ മുന്നോട്ട് പോയി. എങ്ങോട്ടാണ് ഈ യാത്ര? ഒടുവിൽ, അല്ലാ, രത്നമലയോ? യാസീൻ, നിനക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ. യാസിർ അച്ഛന്റെ വാക്കുകൾ ഓർത്തു. അവൻ കയ്യിൽ കരുതിയിരുന്ന സഞ്ചിയിൽ കൊള്ളാവുന്നത്ര മാത്രം എടുത്തു. ഇനി എന്നെ പോകാൻ അനുവദിക്കൂ. ജിന്നെ യാസിറിനെ പുറത്തിരുത്തി ഒരു പറക്കൽ. നാടുകളും നഗരങ്ങളും കടന്ന ഒടുവിൽ അവർ കൊട്ടാരം പോലുള്ള ഒരു വീടിന്റെ മുമ്പിലെത്തി. വീടെത്തി, ഇറങ്ങിക്കോളൂ. എന്റെ വീട് കൊട്ടാരമായോ? നല്ലവനായ നിനക്കുള്ള എന്റെ സമ്മാനമാണിത്. ജിന്ന മടങ്ങിപ്പോയി. എല്ലാം അള്ളാഹുവിന്റെ കൃപ.